ഫാസിഖ്, അല്ലാഹു തആലക്ക് വളരെയധികം വെറുപ്പുള്ള കടുത്ത ദോഷി. ചിലപ്പോൾ ആ ഫിസ്ക് സാലിഹീങ്ങളെ കുറ്റം പറഞ്ഞാൽ, സാലിഹീങ്ങളായ മനുഷ്യരെ ചീത്ത പറഞ്ഞാൽ അതുകൊണ്ട് കാഫിറായി പോകും, അതുകൊണ്ട് കുഫ്രിയത്തിലേക്ക് പോകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അർറഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല, പരസ്പരം റഹ്മത്ത് കാണിക്കുന്ന, കൃപ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ആളുകൾ, അവരോട് അല്ലാഹു തആലക്ക് കൃപയുണ്ട്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ കൃപ കാണിക്കണം. അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂലോകത്തുള്ള എല്ലാവരോടും നിങ്ങൾ കൃപ കാണിക്കണം. യർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിലുള്ള മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിന് ദുആ ചെയ്യും. ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം എപ്പോഴും പരസ്പരം സ്നേഹമുള്ളവരും പരസ്പരം വാത്സല്യമുള്ളവരും അങ്ങേയറ്റം ദുആ ചെയ്യുന്നവരും ആകണം. അതിനുള്ള ഒന്നാമത്തെ വഴിയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയൽ. എത്ര ആളുണ്ട് ശരിക്ക് കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുന്നവർ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. അവനവന്റെ നഫ്സിനെ പറ്റി ചിന്തിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ നോക്കുക, നമ്മളെ കാര്യം നോക്കുക. എത്ര ആളുണ്ട് ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവർ? വളരെ ചുരുക്കമാണ് നമ്മളെ നാട്ടിൽ. പറഞ്ഞാലോ വഅലൈക്കും അസ്സലാം എന്ന് ഒന്ന് തൊള്ള തുറന്ന് പറയാൻ മടിയാണ് ചിലർക്ക്, കിബറാണ് ചിലർക്ക്. അത് പാടില്ല മക്കളെ. സ്വന്തം ബാപ്പനെ കാണുമ്പോൾ മകൻ അസ്സലാമു അലൈക്കും എന്ന് പറയണം. മകനെ കാണുമ്പോൾ ബാപ്പ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ടെലിഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണം. കാണുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും പറയണം. അങ്ങനെ പരസ്പരം അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ പരത്തുക, സലാമിനെ വർദ്ധിപ്പിക്കുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സലാം ചൊല്ലുകയും സ്നേഹം വർദ്ധിപ്പിക്കുകയും മുഅ്മിനീങ്ങൾ തമ്മിൽ പ്രത്യേകിച്ചും ഈമാനിന്റെ ബന്ധം നിലനിർത്തി നമുക്ക് ഈമാനോടുകൂടി ജീവിക്കണം, ഈമാനോടുകൂടി മരിക്കണം എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നമ്മുടെ സ്വയസിന്റെ ദഅവാ കമ്മിറ്റി, സ്വയസും എസ്എസ്എഫും നാട്ടുകാരും എല്ലാവരും ചേർന്ന് നടത്തുന്ന പരിപാടി അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി, ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. റോട്ടുമേലുള്ളവർ ഒഴിവുള്ളവർക്ക് ഇങ്ങോട്ട് അടുത്ത് വരാം, ഒന്ന് ദ്വാരക്കാൻ വേണ്ടി നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ റഹ്മത്ത് സമ്പാദിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഉത്സാഹിച്ച് ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വിജയം നൽകും. നിങ്ങൾക്ക് സംശയം വേണ്ട. ഈ നാട്ടുകാർക്ക് വളരെ വ്യക്തമായ ദൃഷ്ടാന്തം തന്നെ ഉണ്ടല്ലോ. അന്യനാട്ടുകാരെ പോലെയല്ല, ഇവിടെയുള്ള ആളുകൾക്ക്
വലിയ ദൃഷ്ടാന്തം തന്നെ നമ്മുടെ മർക്കസ്. സുബ്ഹാനല്ലാഹ്. 35 വർഷം മുമ്പ് വെറും കാലി സ്ഥലം, ഭൂമി വിൽപ്പനക്കുണ്ട് എന്ന് ബോർഡ് വെച്ചിട്ട് കൊള്ളാൻ ആരുമില്ല. KP ചന്ദ്രന്റെ ഭൂമി സ്ഥലം വെക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ ഫോൺ നമ്പറും വെച്ച് തേക്കിന്റെ ചോട്ടിൽ പരസ്യം വെച്ചിരുന്നു. ഭൂമി കൊള്ളാൻ ആളുണ്ട് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഒരു സെന്റിന് 300 റുപ്യ കൊടുത്തിട്ട് വാങ്ങുന്നത് വർക്കത്തിന്റെ സ്ഥലം. ആ പ്രദേശം ഇന്ന് മക്കളെ നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. $22,000 കുട്ടികൾ ഇന്ന് മർക്കസിന്റെ കീഴിൽ ഇവിടെയും പൂനൂരിലും കോഴിക്കോട്ടുമായി നടക്കുന്നു, പഠിക്കുന്നു. മർക്കസിൽ തന്നെ 15,000-ലധികം കുട്ടികൾ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരത്ഭുതമാണ്. 75,000 കുട്ടികൾ ഈ 35 വർഷം കൊണ്ട് മർക്കസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. എന്തൊരത്ഭുതമാണിത്. 75,000 കുട്ടികൾ ഈ കഴിഞ്ഞ SSLCന്റെ റിസൾട്ടോടുകൂടി 75,000 കുട്ടികൾ മർക്കസിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ 22,000 എണ്ണം. അതിൽ ഇവിടെ കാരന്തൂരിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ 15,000. നിങ്ങൾ ആലോചിക്കണം, ഇതെവിടുന്ന്? അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ മഹളായ ഫദ്ലും ഇല്ലെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 8,000 യതീമക്കൾ മർക്കസിൽ നിന്ന് പഠിച്ചുപോയി. ഇപ്പോൾ മർക്കസിൽ താമസിച്ച് പഠിക്കുന്നവരും പുറമെ ഉമ്മമാരുടെ മടിയിൽ തന്നെ നമ്മൾ പോറ്റി വളർത്തുന്ന 2, 3, 4 വയസ്സുള്ള ചെറിയ മക്കളും അടക്കം 3000-ഓളം യതീമക്കള് മർക്കസിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതെവിടുന്നാണ് ഇതിന്റെ കഴിവ്? റബ്ബുൽ ആലമീനായ അല്ലാഹു ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ കണക്കെഴുതുന്ന ആൾ എനിക്ക് കണക്കുകൊണ്ട് കാണിച്ചെന്ന് ഓരോ ബാങ്കിലുള്ള സംഖ്യ കൂട്ടിയിട്ട് എത്രയാ ഉള്ളത്? വെറും 74,000 ഉറുപ്പിക. ഇന്ന് രാവിലെ കാണിച്ചതാണ്. നമ്മളെ അക്കൗണ്ടുകൾ മുഴുവൻ കൂടി കൂട്ടിയിട്ട് അങ്ങനെ ബാങ്കിൽ കാശ് ഉണ്ടാവൂല, അവിടെ സ്റ്റോക്ക് ഉണ്ടാവൂല. ഒരു ദിവസം 3.5 ലക്ഷം ഉറുപ്പിക നമുക്ക് ചെലവഴിക്കണം. 3,50,000 ഉറുപ്പിക ഒരു ദിവസം നമുക്ക് ചെലവുണ്ട് മർക്കസിന്റെ കീഴിൽ. അതിന് ഇന്നത്തെ സ്റ്റോക്ക് 74,000 ഉറുപ്പിക. ബാക്കി എവിടെ? അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അള്ളാഹു തരും, നാളെ നേരം വെളുക്കുമ്പോഴേക്ക് തരും. അങ്ങനെ ഓരോ ദിവസവും നല്ലവരായ ജനങ്ങൾ അല്ലാഹു തആല അവരെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത് അവരിങ്ങനെ തരികയാണ്. നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടല്ല. അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് നമ്മളെ ഈമാൻ വർദ്ധിക്കാനാണ്. അള്ളാഹു തആല തരാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവും ഇല്ലല്ലോ. അപ്പോ ഇന്ന് മർക്കസിൽ ഈ കാരന്തൂരിൽ മാത്രം 15,000-ന്റെ അത്ര കുട്ടികൾ പഠിക്കുന്നു. ഒരു ദിവസം 3 ലക്ഷത്തിലധികം ഉറുപ്പിക, 3.5 ലക്ഷം ഉറുപ്പിക ചെലവ് വരുന്നു. 1977